അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. വസ്സലാത്തു വസ്സലാമു അലാ റസൂലിൽ അമീൻ വഅലാ ആലിഹി വഅസ്ഹാബിഹി അജ്മഈൻ. അമ്മാ ബഅദ്. ആദരണീയരായ സഹോദരി സഹോദരന്മാരെ, 2025 ഏപ്രിൽ മാസം 11 മക്കാനത്തുൽ അഖിൽ കബീർ, മുതിർന്ന സഹോദരൻ്റെ അഥവാ നമ്മുടെ ഇക്കാക്കമാരുടെ സ്ഥാനവും പ്രാധാന്യവുമാണ് ഈ ജുമാ ഖുതുബ ഓർമ്മപ്പെടുത്തുന്നത്. അള്ളാഹുവിനെ ഭയപ്പെട്ടുകൊണ്ട് ജീവിക്കുവാൻ എന്നെയും നിങ്ങളെയും ഓർമ്മപ്പെടുത്തുകയാണ്. അള്ളാഹു വിശുദ്ധ ഖുർആനിൽ നമ്മോട് ഇങ്ങനെ പറഞ്ഞിട്ടുണ്ട്, വത്തഖുല്ലാഹല്ലദീ തസാഅലൂന ബിഹി വൽ അർഹാം. അവകാശങ്ങൾ നേടിയെടുക്കുവാനായി നിങ്ങൾ കൂട്ടുപിടിക്കുന്ന അള്ളാഹുവിനെയും നിങ്ങളുടെ കുടുംബ ബന്ധങ്ങളെയും നിങ്ങൾ സൂക്ഷിക്കുക. സത്യവിശ്വാസികളെ, നമ്മുടെ സ്വന്തം കൂടപ്പിറപ്പുകളെക്കുറിച്ച്, നമ്മുടെ ഇക്കാക്കമാരെക്കുറിച്ച് നമുക്കെന്തറിയാം? അവർ നമ്മുടെ ജീവൻ്റെ കഷ്ണമാണ്, ഹൃദയത്തിൻ്റെ തുടിപ്പാണ്, ഒരേ പാത്രത്തിൽ നിന്ന് ഒന്നിച്ചുണ്ടവരാണ്, ഓർമ്മകളിലെ പങ്കാളികളാണ്, കുഞ്ഞുനാളിലെ കളിക്കൂട്ടുകാരനാണ്, കുട്ടിക്കാലത്തും യുവത്വത്തിലും നമ്മുടെ ഉറ്റ തോഴനാണ്, ഉപ്പാൻ്റെ ശേഷം ഉപ്പയാണ്, നമ്മളെ കാക്കുന്ന തണലാണ്. ഇക്കാക്കയെക്കുറിച്ച് ഓർക്കുമ്പോൾ നമുക്ക് കരുത്ത് കിട്ടും. ഇക്കാക്ക വന്നാൽ പരിഹാരമുണ്ടാവും, വിളിച്ചാൽ സഹായവും ഉറപ്പാണ്. നമ്മുടെ സഹോദരങ്ങൾ നമ്മെ ഇഷ്ടപ്പെടുകയും നമ്മോട് അനുകമ്പ കാണിക്കുകയും ചെയ്യുന്നു. ഏറ്റവും മികച്ച കൂട്ടുകാരാണവർ, പ്രതിസന്ധിയിലെ അഭയമാണ്. നമ്മുടെ മുതിർന്ന സഹോദരങ്ങൾ നമുക്ക് കരുത്താണ്, അഭയമാണ്. മൂസാ നബി അലൈഹി സ്വലാത്തു വസ്സലാമിന് അള്ളാഹു പ്രവാചകത്വ ദൗത്യം നൽകിയപ്പോൾ അദ്ദേഹം അള്ളാഹുവിനോട് നടത്തിയ അഭ്യർത്ഥന ഖുർആൻ ഉദ്ധരിച്ചിട്ടുണ്ട്. ആ പ്രാർത്ഥന ഇങ്ങനെയാണ്, ഉശ്ദുദ് ബിഹി അസ്രി വഅശ്രിക്ഹു ഫീ അംരി. അള്ളാഹുവേ, എൻ്റെ സഹോദരനിലൂടെ എൻ്റെ കഴിവിന് നീ മികവ് നൽകണമേ, എൻ്റെ ദൗത്യത്തിൽ എൻ്റെ സഹോദരനെ കൂടി നീ പങ്കാളിയാക്കണമേ എന്ന്. സുന്ദരമായ ഈ പ്രാർത്ഥനയ്ക്ക് അള്ളാഹു നൽകിയ മറുപടിയും ഖുർആൻ മറ്റൊരു സ്ഥലത്ത് ഉദ്ധരിച്ചിട്ടുണ്ട്. സനശുദ്ദു അദുദക ബി അഖീക്, അഥവാ താങ്കളുടെ സഹോദരനിലൂടെ താങ്കളുടെ കൈക്ക് നാം കരുത്തു പകരും. വിശ്വാസികളെ, ഏതു രീതിയിലാണ് നാം നമ്മുടെ ഇക്കാക്കമാരോടുള്ള കടപ്പാടുകൾ നിർവഹിക്കേണ്ടത്? ആദ്യമായി നമ്മുടെ മുതിർന്ന സഹോദരങ്ങളുടെ സ്ഥാനവും മഹത്വവും നാം ഉൾക്കൊള്ളേണ്ടതുണ്ട്. നന്മയുടെയും ആദരവിൻ്റെയും വിഷയത്തിൽ കുടുംബ ബന്ധങ്ങളിൽ മുൻനിരയിൽ വരുന്നവരാണ് നമ്മുടെ മുതിർന്ന സഹോദരങ്ങൾ. ഉപ്പയും ഉമ്മയും സഹോദരിയും കഴിഞ്ഞാൽ പിന്നെ നമ്മുടെ ആദരവ് ഏറ്റവും അർഹിക്കുന്നത് മുതിർന്ന സഹോദരങ്ങളാണ്. പ്രവാചകർ പഠിപ്പിച്ചിട്ടുണ്ട്, ബർറ ഉമ്മക വ അബാക വ ഉഖ്തക വ അഖാക തുമ്മ അദ്നാക അദ്നാക. ആദ്യമായി ഉമ്മയോട്, പിന്നെ ഉപ്പയോട്, പിന്നെ സഹോദരിയോട്, അത് കഴിഞ്ഞാൽ സഹോദരനോട് നന്മ ചെയ്യുക, നല്ല രീതിയിൽ പ്രവർത്തിക്കുക. മുതിർന്ന സഹോദരനോടുള്ള നമ്മുടെ നന്മ, അവരുമായുള്ള ബന്ധം നിലനിർത്തി, അവരെ ഇഷ്ടപ്പെട്ട്, അവരെ പരിഗണിച്ച്, ഇടയ്ക്കൊക്കെ അവരെ സന്ദർശിച്ചുകൊണ്ട് നമ്മുടെ ഹദിയകളിലും സമ്മാനങ്ങളിലുമെല്ലാം അവർക്കുകൂടി മുന്തിയ പരിഗണന നൽകിക്കൊണ്ടാവണം. വിശുദ്ധ പ്രവാചകർ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ഒരിക്കൽ ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹു അൻഹുവിന് ഒരു വസ്ത്രം സമ്മാനമായി നൽകി. അപ്പോൾ ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹു അൻഹു ആ വസ്ത്രം തൻ്റെ സഹോദരന് സമ്മാനമായി കൈമാറുകയായിരുന്നു. ഇക്കാക്കമാരോട് അവരുടെ ജീവിത സാഹചര്യങ്ങളെക്കുറിച്ചും മക്കളെക്കുറിച്ചും ചോദിക്കുകയും അവരുടെ സാന്നിധ്യത്തിൽ അവരെ വിലമതിക്കുകയും ബഹുമാനിക്കുകയും ചെയ്യുക എന്നത് അവരോടുള്ള നന്മയുടെ ഭാഗമാണ്. പുണ്യനബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ നമ്മെ ഇങ്ങനെ ഓർമ്മപ്പെടുത്തിയിട്ടുണ്ട്, ലൈസ മിന്ന മൻ ലം യുവഖിർ കബീറന. നമ്മിലെ മുതിർന്നവരെ ബഹുമാനിക്കാത്തവൻ നമ്മുടെ കൂട്ടത്തിൽപ്പെട്ടവനല്ല. മുതിർന്ന സഹോദരങ്ങൾക്ക് ഉന്നതമായ സ്ഥാനം നൽകുകയും പ്രഥമ പരിഗണന നൽകുകയും ചെയ്യുക എന്നത് അവരോടുള്ള നന്മയുടെ ഭാഗമാണ്. നമ്മൾ അവരെക്കാൾ മുന്നേ സംസാരിക്കുകയോ അവരുടെ നിർദ്ദേശങ്ങൾ മറികടക്കുകയോ ചെയ്യരുത്. മറിച്ച് അവരുടെ ജീവിത പരിചയം നാം ഉപയോഗപ്പെടുത്തുകയും അവരുടെ അഭിപ്രായം എപ്പോഴും ചോദിക്കുകയുമാണ് വേണ്ടത്. അബ്ദുല്ലാഹിബ്നുൽ മുബാറക് റഹിമഹുല്ലാ ഒരിക്കൽ ഇങ്ങനെ ചോദിക്കപ്പെട്ടു, ഒരാൾക്ക് നൽകപ്പെട്ടിരിക്കുന്ന ജീവിത സൗഭാഗ്യങ്ങളിൽ പ്രധാനപ്പെട്ടതെന്താണ്?
അതിന് അബ്ദുല്ലാഹിബ്നു മുബാറക് റളിയല്ലാഹു അൻഹു നൽകിയ മറുപടിയിൽ ശ്രദ്ധേയമായ ഒന്ന്, അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും ആരായാൻ പറ്റുന്ന ഒരു കൂടപ്പിറപ്പുണ്ടാവുക എന്നതാണ്. നമ്മുടെ സഹോദരൻ നമ്മെ നിന്ദിക്കുകയോ നമ്മെ ഒറ്റപ്പെടുത്തുകയോ ചെയ്യില്ല. മറിച്ച് ഇക്കാക്കമാർ നന്മയാണ് നമുക്ക് പറഞ്ഞു തരുന്നത്, ശരിയിലേക്കാണ് നമ്മെ കൈപിടിക്കുന്നത്. സ്വന്തത്തിന് എന്താണോ ഇഷ്ടപ്പെടുന്നത് അതവർ നമുക്കും ഇഷ്ടപ്പെടുന്നു. പ്രവാചകർ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ തൻ്റെ അനുചരന്മാരിൽ ഒരാളോട് ഇങ്ങനെ ചോദിച്ചു, അതുഹിബ്ബുൽ ജന്ന, താങ്കൾക്ക് സ്വർഗം ഇഷ്ടമാണോ? ആ സ്വഹാബി പറഞ്ഞു, തീർച്ചയായും എനിക്ക് സ്വർഗം ഇഷ്ടമാണ്. പ്രവാചകർ നൽകിയ മറുപടി, ഫഅഹിബ്ബ ലി അഖീക മാ തുഹിബ്ബു ലി നഫ്സിക്, സ്വന്തത്തിന് എന്താണോ താല്പര്യപ്പെടുന്നത് അത് തൻ്റെ സഹോദരനും ഉണ്ടാവണമെന്ന് താങ്കൾ ആഗ്രഹിച്ചു കൊള്ളുക എന്ന്. പ്രവാചകർ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറഞ്ഞ സഹോദരൻ എന്നാൽ നമ്മുടെ കൂടപ്പിറപ്പുകളാണ്, മറ്റുള്ളവരുമാണ്. സത്യവിശ്വാസികളെ, നമ്മുടെ മുതിർന്ന സഹോദരങ്ങളോടുള്ള നമ്മുടെ കടപ്പാടിൻ്റെ ഭാഗമാണ് നാം അവരുടെ നന്മകളെ വിലമതിക്കുകയും അവരിൽ നിന്ന് വന്നുപോയ തെറ്റുകളെ വീഴ്ചകളെ കണ്ടില്ലെന്ന് നടിക്കുകയും ചെയ്യുക എന്നത്. മുതിർന്ന സഹോദരങ്ങളുമായുള്ള ബന്ധം വിച്ഛേദിക്കുന്നത് നാം ലാഘവത്തോടെ കണ്ടുകൂടാ. കവി പാടിയിട്ടുണ്ട്, വലാ തഖ്തഅ അഖല്ലക ഇൻദ ദംബിൻ ഫഇന്ന ദംബ യഗ്ഫിറുഹുൽ കരീമു. ഒരു പിഴവ് വന്നു എന്നതുകൊണ്ട് സഹോദരനുമായുള്ള ബന്ധം വിച്ഛേദിച്ചു പോകരുത്. കാരണം തെറ്റുകൾ പൊറുക്കുക എന്നത് മാന്യന്മാരുടെ സ്വഭാവമാണ്. പിന്നെയും എങ്ങനെയാണ് നമ്മളിൽ ചില ആളുകൾ ഇക്കാക്കമാരുമായി പിണങ്ങി നിൽക്കുന്നത് എന്നു മനസ്സിലാവുന്നില്ല. സഹോദരനോടുള്ള ഉത്തരവാദിത്തങ്ങൾ എങ്ങനെയാണ് അവർക്ക് അവഗണിക്കാനാവുന്നത് എന്നും മനസ്സിലാവുന്നില്ല. സഹോദരനിൽ നിന്ന് വന്നുപോയ ഒരു ചെറിയ പിഴവിൻ്റെയോ അല്ലെങ്കിൽ അവർക്കിടയിൽ വന്നുപെട്ട ഒരു ചെറിയ തെറ്റിദ്ധാരണയുടെയോ ഒരു വാക്കിൻ്റെയോ കേവലം ബൗദ്ധികമായ ചില വിഷയങ്ങളിലെ അഭിപ്രായ വ്യത്യാസങ്ങളുടെയോ പേരിൽ സ്വന്തം സഹോദരങ്ങളെക്കുറിച്ച് അന്വേഷിക്കുകയോ അവരുമായി സംസാരിക്കുകയോ ചെയ്യാത്ത ആളുകൾ നമുക്കിടയിലുണ്ട്. അത്തരം ആളുകൾ അള്ളാഹുവിനെ ഭയപ്പെട്ടുകൊള്ളുക, വിശുദ്ധ പ്രവാചകർ നൽകിയിരിക്കുന്ന മുന്നറിയിപ്പ് വേണ്ട വിധം ഉൾക്കൊള്ളുക. പ്രവാചകർ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറഞ്ഞിട്ടുണ്ട്, ലാ യദ്ഖുലുൽ ജന്നത ഖാതിഉ റഹിം, കുടുംബ ബന്ധം മുറിക്കുന്നവൻ സ്വർഗ്ഗത്തിൽ പ്രവേശിക്കുകയില്ല. ഫല്ലാഹുമ്മ ജഅൽനാ ലി അർഹാമിനാ വാസിലീൻ വബിൽ അഖിൽ കബീരി ബാരീൻ. അല്ലാഹുവേ, ഞങ്ങളെ നീ കുടുംബ ബന്ധം ചേർക്കുന്നവരിലും ഞങ്ങളുടെ ഇക്കാക്കമാരോട് നന്മ ചെയ്യുന്നവരിലും ഉൾപ്പെടുത്തേണമേ. സത്യവിശ്വാസികളെ, ഇനി മുതിർന്ന സഹോദരങ്ങളോടും ചില കാര്യങ്ങൾ ഓർമ്മപ്പെടുത്തട്ടെ. താങ്കളുടെ മഹത്വത്തിനും സ്ഥാനത്തിനുമനുസരിച്ചുള്ള ഉത്തരവാദിത്വവും താങ്കൾക്ക് അല്ലാഹു നൽകിയിട്ടുണ്ട്. ചുമതലകൾ നിർവഹിക്കുമ്പോഴാണ് ആദരവ് കടന്നു വരുന്നത്. അനിയന്മാർക്ക് നീതിയുടെ ത്രാസാണ് താങ്കൾ. അവരുടെ തെറ്റു തിരുത്തണം. ബുദ്ധിയുടെ ശബ്ദം കൊണ്ടാണ് അവരെ ഉപദേശിക്കേണ്ടത്. യുക്തിസഹമായാണ് അവർക്ക് നിർദ്ദേശങ്ങൾ നൽകേണ്ടത്. അവർക്ക് കരുണയുടെ കുടവിരിക്കണം. ഇഷ്ടം കൊണ്ട് അവരുടെ ഹൃദയം കീഴടക്കണം. അവരുടെ ജീവിതകാര്യങ്ങളിൽ അവരെ സഹായിക്കണം. അവർക്കിടയിലെ അഭിപ്രായ വ്യത്യാസങ്ങളിൽ യോജിപ്പിൻ്റെയും ഐക്യത്തിൻ്റെയും സന്ദേശവാഹകനാവണം. അള്ളാഹു പറഞ്ഞത് അതുതന്നെയാണ്, ഫഅസ്ലിഹു ബൈന അഖവൈക്കും, സഹോദരങ്ങൾക്കിടയിൽ നിങ്ങൾ ഐക്യമുണ്ടാക്കുക. കാരണം താങ്കൾ അവർക്ക് തണലാണ്. അവരുടെ അവകാശങ്ങൾ അവമതിക്കരുത്. അവരോടുള്ള ബാധ്യത നിസ്സാരമാക്കരുത്. അവർക്കർഹതപ്പെട്ടത് അപഹരിക്കുകയോ അവരുടെ സ്വത്ത് കൈവശപ്പെടുത്താൻ ശ്രമിക്കുകയോ ചെയ്യരുത്. കാരണം അത്തരം പ്രവർത്തനങ്ങളുടെ അന്ത്യം അതിഭയാനകമായിരിക്കും. വലിയ തിക്തഫലങ്ങൾ അതുവഴി വന്നുചേരും. അതുകൊണ്ട് നീതി ചെയ്യുന്ന കാരണവരായി മാറുക. സഹോദരങ്ങൾക്ക് ഉപകാരമുള്ള ഇക്കാക്കയാവുക. ഒരു കാരണവശാലും അവരുമായുള്ള ബന്ധം വിച്ഛേദിക്കരുത്. നിങ്ങളാണ് അവരുടെ മാതൃക. നിങ്ങളിലൂടെയാണ് കുടുംബം കെട്ടുറപ്പ് നിലനിർത്തുന്നത്, രക്തബന്ധം ചേർന്ന് നിൽക്കുന്നത്, സ്നേഹവും പരസ്പര ഇഷ്ടവും ശക്തമായി നിലകൊള്ളുന്നത്. ഇവയെല്ലാം അള്ളാഹുവിങ്കൽ താങ്കൾക്ക് ഗുണകരമാണ്, പ്രതിഫലാർഹമാണ്. താങ്കളുടെ ഉപ്പയോട് താങ്കൾ ചെയ്യുന്ന നന്മയുമാണത്. താങ്കളുടെ മകന് താങ്കൾ പകർന്നു നൽകുന്ന മഹത്തായ പാഠവും അതാണ്. അതുവഴി മാത്രമാണ് കുടുംബത്തിൻ്റെ സൽപ്പേരിന് സംരക്ഷണവും സമൂഹത്തിന് ഉപകാരവും രാജ്യത്തോടുള്ള പ്രതിബദ്ധതയും താങ്കൾക്ക് നിർവഹിക്കാനാവുന്നത്. അള്ളാഹു നമ്മെ അനുഗ്രഹിക്കുമാറാവട്ടെ. വസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.